ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഫിഷ് നിർവാണയാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പ്ലേറ്റിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് അല്പം ഗരം മസാലയാണ്. ഇനി ഇതിനോടൊപ്പം നമുക്ക് അല്പം പെരുംജീരകം പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കറിയാം പെരുംജീരകത്തിൻ്റെ ഫ്ലേവർ വരുമ്പോൾ നമ്മുടെ ഫിഷിനും ചിക്കനും എല്ലാത്തിനും ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക്, നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അല്പം നാരങ്ങാ നീരും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫിഷ് പൊടിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു നാരങ്ങ ഫുള്ള് ഞാൻ പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ദേ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം അമ്മയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നല്ലോണം നമ്മൾ മിക്സ് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആവശ്യമെങ്കിൽ ഒരു അല്പം വെള്ളം കൂടെ ചേർക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഫിഷ് എടുത്ത് ഇവിടെ ഈ ഫിഷിലേക്ക് നമ്മൾ ഈ മസാലക്കൂട്ട് ഒന്ന് ചേർത്ത് പിടിപ്പിക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു സമയത്ത് നമ്മൾ ഫിഷിൽ നന്നായിട്ട് ഈ മസാല കവർ ചെയ്തതിന് ശേഷം ഒരു 2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ ഈ മസാല നന്നായിട്ട് നമ്മുടെ ഫിഷിൽ പിടിക്കുന്നതായിരിക്കും. അങ്ങനെ നല്ല സുന്ദര കുട്ടന്മാരായിട്ട് നമ്മുടെ ഫിഷ് മസാലയൊക്കെ തേച്ച് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ ഫിഷായിട്ട് നമുക്ക് അതിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയൊക്കെ ചിരവിയെടുക്കാം. ആ തേങ്ങയെ നമ്മൾ പാലായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. അങ്ങനെ തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല കുറുകിയ തേങ്ങാപ്പാൽ, ഒരുപാട് വെള്ളം ചേർക്കാത്തത് വേണം നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനിവിടെ തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട്. അങ്ങനെ തേങ്ങാപ്പാൽ എടുത്ത് വന്ന സമയത്തിന് നമ്മുടെ ഫിഷൊക്കെ ഒന്ന് മറിച്ചിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമ്മൾ വെട്ടിക്കൊണ്ടുവന്ന വാഴയെല്ലാം നമ്മൾക്ക് ഈ സ്റ്റൗവിൽ വെച്ച് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഈ ചട്ടിയിലേക്ക് വെക്കുന്ന സമയത്ത് വാഴയെല്ലാം കീറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റൗവിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കുന്നത്. നമ്മൾ മുൻപ് പൊതിച്ചോറൊക്കെ എടുക്കുന്ന സമയത്ത് ഇതേപോലെ വാഴയില വാട്ടിയിരുന്നു. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വാഴയില കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചട്ടി നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കൊന്ന് സ്റ്റവിലെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതാ ആ ചട്ടിയിലേക്ക് നമ്മൾ ഈ വാട്ടിയ വാഴയില നന്നായിട്ട് കഴുകിയിട്ട് ചട്ടിയിലേക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം ഓരോരോ ഫിഷായിട്ട് നമുക്കിതിലേക്ക് വെച്ചു കൊടുക്കാം. അങ്ങനെ ഫിഷ് വെച്ചതിന് ശേഷം നമ്മുടെ കുറുകിയ തേങ്ങാപ്പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുനുകുനാ അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്.
ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരുന്നു ഇത്. അങ്ങനെ ഇഞ്ചിയും പച്ചമുളകും ഞാനിവിടെ ഇതിൻ്റെ മേലെ വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ പുറമെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ തേങ്ങാപ്പാൽ നമ്മൾ ചൂടുള്ള ചട്ടിയിൽ വാഴയിലേക്ക് ഒഴിച്ചപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അല്പം ഗരം മസാലയുടെ പൗഡറും കൂടി ഞാൻ വിതറിയ ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് ഞാൻ ഇങ്ങനെ മൂടി തുറന്ന് നോക്കിയപ്പോൾ ദാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ചാറ് നമുക്കൊന്ന് കോരിയിട്ട് നമ്മുടെ ഫിഷിൻ്റെ മേലേക്ക് ഒന്ന് കവർ ചെയ്യുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു ഫിഷ് നിർവാണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.